ഞാൻ ഒരു പബ്ലിഷിംഗ് കമ്പനി ജോലി ചെയ്യുമ്പോൾ ഒരു BJP മിനിസ്റ്റർ, സെൻട്രൽ മിനിസ്റ്റർ പറഞ്ഞു, ക്രിസ്ത്യൻ മിഷണറീസ് ഡിസ്ട്രോയ്ഡ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ. ഭാരതത്തിൻ്റെ സംസ്കൃതിയെ ക്രൈസ്തവ മിഷണന്മാർ നശിപ്പിച്ചു എന്ന്. അദ്ദേഹം ഹിന്ദി ഭാഷയിലാണ് പറഞ്ഞത്. പെട്ടെന്നൊരു ഇടുത്തി പോലാണ് എൻ്റെ ഹൃദയത്തിൽ വന്നത്. ഞാൻ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ഹിന്ദി ഭാഷ സൃഷ്ടിച്ചത് ഞാൻ വിശദീകരിക്കാം. ക്രൈസ്തവ മിഷന്മാരാണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഹിന്ദി ഭാഷ സൃഷ്ടിച്ചു, ഹിന്ദി ഭാഷയിൽ സ്കൂൾ തുടങ്ങി, പത്രം തുടങ്ങി, യൂണിവേഴ്സിറ്റി തുടങ്ങി, കോളേജ് തുടങ്ങി. ഈ മന്ത്രി ഹിന്ദി പഠിച്ചു. ആ ഹിന്ദി ഭാഷയിൽ പറയുകയാണ് ഹിന്ദി മറ്റ് സംസ്കൃതവും സാംസ്കാരികമായ കാര്യങ്ങളും മിഷന്മാരെ നശിപ്പിച്ചുവെന്ന്. ഇതിനൊരു മറുപടി നൽകാൻ വേണ്ടി ഞാൻ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ഭാരതീയ ഭാഷകളുടെ വികാസവും പരിണാമവും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി. 5 വർഷം ഞാൻ ഗവേഷണം നടത്തി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് കൂടുതൽ ഗവേഷണം. പിന്നെ 30ലധികം രാജ്യങ്ങളിലും പോയി അനിഷേധ്യമായ ചരിത്രത്തിൽ ഞാൻ ശേഖരിച്ചു. 6-7 മേഖലകളിലാണ് ഞാൻ ചെയ്തത്. ഒന്ന്, നമുക്ക് ആധുനിക ലിപി ഏത് ഭാഷയിൽ ആര് നൽകി? ഡിക്ഷണറി, ഗ്രാമർ, വ്യാകരണം നൽകിയതാര്? പ്രോസ്, ഗദ്യം നൽകിയതാര്? പ്രസ് നൽകിയതാര്? സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയതാര്? മാസികകൾ തുടങ്ങിയതാര്? പത്രം തുടങ്ങിയതാര്? അതുകൊണ്ട് സോഷ്യോ ഇക്കണോമിക് സാമൂഹിക പരിവർത്തനങ്ങൾ എങ്ങനെയുണ്ടാക്കി? ഇതായിരുന്നു എൻ്റെ ഗവേഷണ വിഷയം. 900 പേജിൽ ഞാൻ 5 വർഷം ഗവേഷണം ചെയ്തത് നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിലാണ്. 5 വർഷം അവർ താമസിപ്പിച്ചു. 10 വർഷത്തെ നിരന്തരമായ പഠനവും ഗവേഷണം കൊണ്ട് ഞാൻ ഇതാണ് പ്രസ്താവിച്ചത്. ഞാൻ 125 ഭാഷകൾ വിശകലനം ചെയ്തതിൽ കഴിഞ്ഞ 150 200 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ മിഷണറിമാരിവിടെ വന്നിട്ട് 45 പത്രങ്ങൾ, 85 ഡിക്ഷണറി, 116 ഗ്രാമർ പുസ്തകങ്ങൾ സൃഷ്ടിച്ചു. എല്ലാം തെളിവുകൾ എൻ്റെ എടുത്തിട്ട് അതിൻ്റെ എല്ലാം ഓരോ ഭാഷയുടെയുണ്ട്. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ഇന്ത്യയുടെ തന്നെ പറയട്ടെ, ഇന്ന് ഇന്ത്യ ഉണ്ടായിരുന്നില്ല. ഹിന്ദി ഭാഷ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. 1875 സെൻട്രൽ ഇന്ത്യയിലെ 12 തദ്ദേശീയ ബോലീസ് തദ്ദേശീയ ഡയലക്റ്റുകളെ സ്വാംശീകരിച്ച് മിഷണറി സാമുവൽ ഹെൻറി കെല്ലോഗാണ് ബനാറസിനെ കേന്ദ്രമാക്കി താൻ ഹിന്ദി ഭാഷ സൃഷ്ടിച്ചത്. അദ്ദേഹം എഴുതിയത് ദ ഗ്രാമർ ഓഫ് ദ ഹിന്ദി എന്നാണ്, ഹിന്ദിയുടെ വ്യാകരണം. ആ പുസ്തകമാണ് ഇന്നും ആധികാരികമായി നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഹിന്ദിയുടെ ഗ്രാമർ പുസ്തകമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഹിന്ദി ഭാഷ ഉണ്ടാക്കിയത് തന്നെ ക്രൈസ്തവ മിഷണറിമാരാണ്. എന്നിട്ട് ഹിന്ദി പഠിച്ചിട്ട് നമ്മെ കല്ലെറിയുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് നന്ദികേടാണ്. അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. ഞങ്ങൾക്ക് ബുക്കേ വേണ്ട, നന്ദികേട് കാണിക്കരുത്. അതിനുവേണ്ടി ഞാൻ തെളിയിച്ചത്. മലയാളം തന്നെ എടുക്കുക. മലയാളം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ കേരള ഭാഷ ഉണ്ടായിരുന്നു, മലയാണ്മയുണ്ടായിരുന്നു, മലയാഴ്മയുണ്ടായിരുന്നു. മലയാളത്തിന് മലയാളം എന്ന് പേര് കിട്ടത് ജർമ്മൻ മിഷണറി ആയിരുന്ന തലശ്ശേരിയിലെ ഹെർമൻ ഗുണ്ടർട്ടാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പേരിട്ടത് 1840കളിൽ ഹെർമൻ ഗുണ്ടർട്ടാണ്. നമ്മുടെ സാഹിത്യ വിമർശകനായിരുന്ന MGS നാരായണൻ പറഞ്ഞു, എഴുത്തച്ഛൻ മലയാളത്തിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൻ്റെ വളർത്തച്ഛൻ ഹെർമൻ ഗുണ്ടർട്ടാണ്. എഴുത്തച്ഛൻ ഒരിക്കലും ഗദ്യം എഴുതിയിരുന്നില്ല. ആ ഗദ്യം എഴുതിയത് ക്രൈസ്തവ മിഷന്മാരാണ്. മലയാളത്തിലെ തന്നെ ആദ്യത്തെ ഗദ്യം എന്ന് പറയുന്നത് 1811 ബുക്കാനൻ ബൈബിൾ അല്ലെങ്കിൽ റംബാൻ ബൈബിൾ എന്ന് പറയുന്ന 4 സുവിശേഷങ്ങളുണ്ട്. അതിൻ്റെ ഒരു കോപ്പി മൈലപ്രായിൽ ജോർജ് കോശിയുടെ മോശത്തിലുണ്ട്. എൻ്റെ ഗവേഷണത്തെ ഞാൻ കണ്ടുപിടിച്ച ആണ് 4ാമത്തെ കോപ്പി. അങ്ങനെയാണ് ഇതെല്ലാം ക്രൈസ്തവ മിഷന്മാരാണെന്ന് അനിഷേധ്യമായ തെരുവുകൾ നൽകിക്കൊണ്ട് ഞാൻ നിരത്തി. അതുകൊണ്ട് അതിനെതിരായിട്ട് ആർക്കും പറയാനുള്ള അവർ ബുക്ക് തന്നില്ലെങ്കിലും ഇല്ല, നീ ഇന്ന് ഹിന്ദി പറയുമ്പോൾ ക്രിസ്തുവിനും ബൈബിളിനും നീ സല്യൂട്ട് ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാ ഭാഷകളെയും വികസിപ്പിച്ചത്, അധുനവൽക്കരണം നടത്തിയത് ക്രൈസ്തവ മിഷണറിമാരാണ്, ബൈബിൾ പ്രവർത്തകരാണ്, ഇവരെപ്പോലുള്ള പ്രവർത്തകരാണ്.